മലയാള ഭാഷയുടെയും മലയാളികളുടെയും പുണ്യമായ സാക്ഷാൽ MT വാസുദേവൻ നായർ. അക്ഷരങ്ങളിൽ അഗ്നിസ്ഫുലിംഗങ്ങളുടെ താപവും അമൃതവർഷങ്ങളുടെ നനവും ആവാഹിച്ച് തലമുറകളുടെ മനസ്സിൽ അക്ഷരഗുരു ജ്ഞാനപീഠ ജേതാവ് ശ്രീ MT വാസുദേവൻ നായരും ഒരാനക്കമ്പക്കാരനായിരുന്നു. ഓർമ്മത്താളുകളിൽ ആകാശം കാണാതെ കാത്തുസൂക്ഷിക്കുന്ന നനുനനുത്ത ഒരു മയിൽപ്പീലി തുണ്ടുപോലെ എക്കാലത്തേക്കുമായി ഓർത്തുവയ്ക്കാനും പങ്കുവയ്ക്കാനുമായി അദ്ദേഹത്തിനും സ്വന്തമായി ഒരാനക്കഥയുണ്ടാകുമോ? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മലയാള നാടിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ MT സാറും ഒരാനയെ സമർപ്പിച്ചിട്ടുണ്ടോ? ആനപ്രേമികളായ വലിയൊരു ശതമാനം ആളുകൾക്ക് പോലും അറിവില്ലാത്തതും എന്നാൽ ലോകത്തെവിടെയുമുള്ള മലയാളികളിൽ മഹാഭൂരിപക്ഷത്തിനും അറിയാൻ ഏറെ കൗതുകമുള്ളതുമായ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ദ്രസേനൻ എന്ന് MT സാർ വിളിക്കുന്ന ഗുരുവായൂർ ഇന്ദ്രസൻ എന്ന ഗജരാജ തിലകം. നമസ്കാരം. മലയാളത്തിന്റെ സ്വന്തமான ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. MT എന്ന രണ്ടക്ഷരം, MT വാസുദേവൻ നായർ എന്ന സാഹിത്യകാരൻ. മലയാളത്തിന്റെ അക്ഷരപുണ്യമാണ് ആ നാമം. അദ്ദേഹത്തെ വായിക്കാത്ത, അദ്ദേഹത്തിന്റെ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും കടന്നുപോകാത്ത മലയാളികളുണ്ടാവില്ല. മമ്മൂക്കയോ മറ്റോ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ മലയാളിയുടെയും മലയാള ഭാഷയുടെയും സ്വകാര്യ അഹങ്കാരം, അതും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട MT സാർ. ഞാൻ വഴിതെറ്റിയെന്നോ തീർത്തും അവിചാരിതമായിട്ടോ എന്നൊക്കെ പറയാവുന്ന വിധം ഈ ആനലോകത്തേക്ക് എത്തുന്നതിന് മുൻപ് സിനിമാവേദിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ MT സാർ കഥയും തിരക്കഥയുമൊക്കെ എഴുതിയ ഏതാനും സിനിമകൾക്ക് അതിൻ്റെ വാർത്താപ്രചാരകൻ PRO ആയി പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പെരുന്തച്ചൻ, ദയ, പരിണയം, അങ്ങനെയുള്ള സിനിമകൾ അതിൽ ചിലതുമാണ്. അദ്ദേഹത്തിന്റെ നോവൽ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട അധ്യായമാണ്. പക്ഷേ ആനകളുടെ കഥ പറയുന്ന ഈ ചാനൽ എന്തുകൊണ്ടാണ് MT സാറിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് ചോദിച്ചാൽ അധികം ആർക്കും അറിയാത്ത ഒരു ആനക്കഥ MT സാറിനുമുണ്ട്. ഗുരുവായൂർ അമ്പാടിക്കണ്ണന്റെ ആനത്താരങ്ങളിലെ ഒരു ഇന്ദ്രനീല സദൃശൻ, അവനെ കണ്ടെത്തുന്നത് MT സാറാണെന്ന് അധികം പേർക്കുമൊന്നും അറിയില്ല. ലോകം മുഴുവൻ അറിയുന്ന ഒരു സാഹിത്യകാരൻ ഒരു ആനയെ കണ്ടെത്തുന്നതും അങ്ങനെ ആനയെ കണ്ടെത്തി ഗുരുവായൂരപ്പനെ സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് പ്രേരണയായ സാഹചര്യങ്ങളും ആ ഓർമ്മകളിലേക്കൊക്കെ MT സാർ കടന്നു പോകുന്നത്, ആ ആനയെ കണ്ടെത്തുന്ന നിമിഷങ്ങളെ അദ്ദേഹം വീണ്ടെടുക്കുന്നത്, അതൊക്കെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി. അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം. കഥ, നോവൽ, സിനിമ, പത്രപ്രവർത്തനം, അങ്ങനെ തൊട്ടതിലെല്ലാം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ MT ഒരാനയെ തേടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മവിശ്വാസത്തോടെ കൈപിടിച്ച് ലൈം ലൈറ്റിലേക്കും ഗുരുവായൂർ അമ്പലനടയിലേക്കും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ, അവനും സിംഹാസനങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതെ, ഇന്ദ്രസൻ ഇന്ന് പുന്നത്തൂർ ആനക്കോട്ടയുടെ മിന്നും താരമാണ്. അമ്പാടിക്കണ്ണൻ്റെ പ്രതിപുരുഷൻ എന്നോണം ജനലക്ഷങ്ങൾ താഴത്തും തലയിലും വയ്ക്കാതെ കൊണ്ടാടുന്ന ഗജരാജ പ്രമുഖനായി, അനുഗ്രഹവർഷങ്ങൾ ചൊരിയുന്ന ആനക്കാർവർണ്ണനായി, ഉത്സവ നഗരികളിലും ലക്ഷോപലക്ഷങ്ങളുടെ മനസ്സുകളിലും ഒരുപോലെ സ്വർണ്ണക്കോലമേറ്റി ശിരസ്സുയർത്തിപ്പിടിച്ച് സൂര്യശോഭയോടെ തിളങ്ങി വിളങ്ങുന്നു.
അദ്വാനി ഓർലികോൺ എന്ന കമ്പനിയുടെ ഉടമയായ ഒരു ഉത്തരേന്ത്യൻ വ്യവസായി ഗുരുവായൂരപ്പന് നടക്കിരുത്തിയ ആനക്കുട്ടി എന്നതിനപ്പുറം ദേവസ്വം ഭാരവാഹികൾക്കോ ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെക്കുറിച്ച് തികഞ്ഞ ധാരണയുള്ള എഴുത്തുകാരൻ കൂടിയായ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിക്കോ ഇന്ദ്രസെന്നിൻ്റെ ഇപ്പോഴത്തെ ഒന്നാം പാപ്പാൻ കൃഷ്ണമൂർത്തി എന്ന സിംഗനോ പോലും യും ഈ ആനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നുമില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തുത. (2018) മനോരമ വാർഷിക പതിപ്പിൽ MT തന്നെ എഴുതിയ അനുഭവക്കുറിപ്പിലൂടെയാണ് ഇന്ദ്രസെൻ എന്ന ആനയും അദ്ദേഹവുമായുള്ള അത്യപൂർവ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി ലോകവും പുതിയ തലമുറയും അറിയുന്നത്. ഇന്ദ്രസെന്നിൻ്റെ മുഖചിത്രവുമായി ഇറങ്ങിയ ആ വാർഷിക പതിപ്പിൽ MTയുടെ അനുഭവക്കുറിപ്പിനൊപ്പം വിഖ്യാത ചിത്രകാരൻ നമ്പൂതിരിയുടെ വരകളും ചേർന്നാണ് ഇന്ദ്രൻ്റെ ജീവിതകാണ്ഡത്തിലെ ആ അഭിമാന പർവ്വം അനാവരണം ചെയ്യപ്പെടുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലും പിന്നീട് ബോംബെ മാതൃഭൂമിയിലും പ്രവർത്തിച്ചിരുന്ന PK രവീന്ദ്രനാഥ് ബോംബെ മലയാളികൾക്കിടയിൽ പ്രമുഖനായിരുന്നു. ഞാൻ രവിയേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. എനിക്ക് ജ്യേഷ്ഠനെ പോലെ വേണ്ടപ്പെട്ടയാൾ. 1979 കാലത്ത് ഒരു ദിവസം രവിയേട്ടൻ ഫോണിൽ അപ്രതീക്ഷിതമായ ഒരാവശ്യം പറഞ്ഞു. അദ്വാനി ഓർലികോൺ എന്ന കമ്പനിയുടെ ചെയർമാന് ഗുരുവായൂരിൽ ഒരാനയെ നടക്കിരുത്തണം. അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാൾ ദിവസം ലക്ഷണമൊത്ത ഒരാനയെ വാങ്ങി നടക്കിരുത്തേണ്ട ചുമതല രവിയേട്ടൻ എന്നെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ഇന്ദ്രസെന്നുമായുള്ള തൻ്റെ അനുഭവത്തെക്കുറിച്ച് MT ആരംഭിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരാവശ്യവുമായി ഇറങ്ങിത്തിരിക്കേണ്ടി വന്നതിനാൽ അറിയപ്പെടുന്ന ആനക്കച്ചവടക്കാർ ഉൾപ്പെടെ പലരുമായും ബന്ധപ്പെട്ടു. എങ്കിലും കൂടുതൽ അന്വേഷണത്തിൽ സ്വന്തം നാടായ കൂടല്ലൂരിനടുത്ത് തന്നെ അത്യാവശ്യം ആനക്കച്ചവടമുള്ള ഒരു അപ്പുണ്ണിമേനോനുണ്ടെന്നും ആയിടെ അദ്ദേഹം ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുട്ടിക്കൊമ്പൻ അപ്പുണ്ണിമേനോൻ്റെ കൈവശമുണ്ടെന്നും അറിയുന്നു. തൃശ്ശൂർ മാതൃഭൂമി ഓഫീസിൽ നേരെ എതിർവശത്ത് തന്നെ താമസിക്കുന്ന പ്രശസ്ത ആനച്ചികിത്സകനായ ഡോക്ടർ KC പണിക്കരെയും കൂട്ടിയാണ് MT ആനയെ കാണാൻ സ്വന്തം നാടായ കൂടല്ലൂരിലെത്തുന്നത്. നിന്നു പെയ്യുന്ന കർക്കടക മാസത്തിലെ തോരാമഴയത്ത് നിറഞ്ഞ് കവിഞ്ഞ് കൂലം കുത്തി ഒഴുകുന്ന പുഴയ്ക്കക്കരെയാണ് ആനയെ കെട്ടിയിരിക്കുന്നത്. ഒരു വഞ്ചിയിലാണ് അവർ ആനയെ തളച്ചിരിക്കുന്നിടത്തേക്ക് എത്തുന്നത്. കാഴ്ചയ്ക്ക് നല്ല ലക്ഷണവും കൗതുകവുമുള്ള കുട്ടിക്കൊമ്പൻ. നഖം, തുമ്പിക്കൈ, ചെവി, മസ്തകം, വാല് തുടങ്ങിയവയൊക്കെ നോക്കി ഡോക്ടർ KC പണിക്കർ ആനയെ വാങ്ങാം എന്ന പച്ചക്കൊടി കാട്ടുന്നു. 40,000 രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. പുഴയിൽ വെള്ളം കുറഞ്ഞ സന്ദർഭം നോക്കി ആനയെ പുഴ കടത്തി കൂടല്ലൂരുള്ള MTയുടെ വീട്ടിനടുത്തെത്തിച്ച് അവിടുള്ള 3-4 വീട്ടുവളപ്പുകളിൽ മാറി മാറി ആനയെ തളച്ചു. കുട്ടിക്കുറുമ്പനായ ആനക്കുട്ടിയെ കണ്ടപ്പോൾ MTക്കും KC പണിക്കർക്കും ഒരുപോലെ ഇഷ്ടമായി എന്നതുപോലെ ഇന്നലെകളിൽ നിന്നും MT തിരിച്ചു പിടിച്ച മുഹൂർത്തങ്ങൾക്ക് മിഴിവേകാൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങളും അതീവ ഹൃദ്യമായിരുന്നു. അന്ന് ആനക്കുട്ടിക്ക് ശങ്കരൻ എന്ന ഒറ്റപ്പാപ്പാനേ ഉണ്ടായിരുന്നുള്ളൂ. നടക്കിരുത്തലിനു മുമ്പായി ശങ്കരൻ പാപ്പാൻ കൂടല്ലൂരിൽ നിന്നും ആനക്കുട്ടിയെ ഗുരുവായൂർക്ക് നടത്തിക്കൊണ്ടുപോയി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ആനക്കുട്ടിയെ നടക്കിരുത്തുന്ന സന്ദർഭവും MT കൃത്യമായി ഓർമ്മിക്കുന്നുണ്ട്. നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ശങ്കരൻ ആനയുമായി വന്നു. എനിക്ക് അകാരണമായ ഒരു ഉത്കണ്ഠ, അതുവരെ ഉണ്ടാകാത്ത ഒരു ഭയം. കൊടിമരച്ചുവട്ടിൽ കമ്പനി മേധാവിയും മറ്റുള്ളവരുമെല്ലാം ഈ ചടങ്ങിന് സാക്ഷിയായി നിൽക്കുകയാണ്. ഇതിനിടയിൽ ആന ഇണക്കക്കേട് കാണിച്ചാലോ? ആളും തിരക്കുമാണ്, പരിചയമില്ലാത്ത സ്ഥലം. വിറളി പിടിച്ച് ഓടുകയോ പേടിച്ച് പിണ്ടിയിടുകയോ മൂത്രമൊഴിക്കുകയോ മറ്റോ ചെയ്താലോ? ഒന്നാമത് അശുഭം, മറ്റൊന്ന് പുണ്യാഹവും ശുദ്ധിക്രിയയുമൊക്കെ വേണം. മനസ്സ് അസ്വസ്ഥമായി. ഒന്നും ഉണ്ടാകരുതേ എന്ന് മൗനമായി പ്രാർത്ഥിച്ചു. എന്തുണ്ടായാലും അത് ഇതിൻ്റെയൊക്കെ സൂത്രധാരനായ എനിക്കാണ് മാനക്കേടുണ്ടാക്കുക. ആരും ഒന്നും പറഞ്ഞിട്ടല്ല, എങ്കിലും മനസ്സിലൊരു വേണ്ടാത്ത ചിന്ത. അങ്ങനെ മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ്റെ മനസ്സ് പിടപിടയ്ക്കവേ ആനയെ നടക്കിരുത്തുന്ന മുഹൂർത്തമായി. വൃദ്ധനായ മേൽശാന്തി എത്തി.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിണ്ടിയുണ്ട്. മേൽശാന്തി ആനയുടെ മേൽ തീർത്ഥം തളിച്ചതും ആന ഭക്തിഭാവത്തിൽ നമസ്കരിക്കുന്നത് പോലെ മേൽശാന്തിയുടെ മുന്നിൽ കുമ്പിട്ടു. വിനീതഭാവത്തിൽ കാൽ മുന്നോട്ട് വച്ചിരുന്നു. മേൽശാന്തി വീണ്ടും തീർത്ഥം തളിച്ചു. നെറ്റിയിൽ കളഭം തൊടുവിച്ചു. കമ്പനി മേധാവിയുടെ പേര് തന്നെയായ ഇന്ദ്രസേനൻ എന്ന് ആനയുടെ കാതിൽ 3 പ്രാവശ്യം ഉരുവിട്ടു. അത് കഴിഞ്ഞ് ആന അച്ചടക്കത്തോടെ എഴുന്നേറ്റു. ബോംബെക്കാരെല്ലാം സംതൃപ്തിയോടെ ആശ്വാസത്തോടെ ഹോട്ടലിലേക്ക് മടങ്ങി. രവിയേട്ടൻ എന്നോട് ഔപചാരികമായി നന്ദി പറയേണ്ടതില്ല. പക്ഷേ രവിയേട്ടൻ്റെ സംതൃപ്തമായ ചിരി എനിക്ക് ധാരാളം മതിയായിരുന്നു. ഇത്തിരി നേരത്തേക്ക് MTയുടെ മനസ്സിലും ഭയാശങ്കകൾ വിതയ്ക്കാൻ നിമിത്തമായി. എങ്കിലും ഗുരുവായൂർ അമ്പാടിക്കണ്ണന് വേണ്ടി MT കണ്ടെടുത്ത ആ മറുനാട്ടുകാരൻ പിന്നീട് ഒരിക്കലും ഒന്നിലും രണ്ടാമനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നും എപ്പോഴും എവിടെയും ഒന്നാമൻ. അതാണ് ഇന്ന് പുന്നത്തൂർ ആനക്കോട്ടയുടെ പ്രധാന സിംഹാസനത്തിന് തന്നെ അവകാശിയായി മാറുന്ന ഇന്ദ്രസൻ. കമ്പനി മേധാവിയായിരുന്ന ഇന്ദ്രസൻ മിർച്ചന്താനിയുടെ പേര് തന്നെയാണ് ആനക്കുമാരന് അന്ന് ചാർത്തപ്പെട്ടതെങ്കിലും മലയാളത്തോടും തൻ്റെ മാനസപുത്രനോടുമുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാവണം MT വാസുദേവൻ നായർ അവനെക്കുറിച്ച് എഴുതുന്നതും വിശേഷിപ്പിക്കുന്നതും ഇന്ദ്രസേനൻ എന്നാണ്. നടക്കിരുത്തിയ ശേഷവും ചില സന്ദർഭങ്ങളിൽ തൻ്റെ ഇന്ദ്രൻ്റെ വളർച്ചയും ഉയർച്ചയും കാണാൻ ആനക്കോട്ടയിൽ എത്തിയിട്ടുള്ള MT അതേക്കുറിച്ച് കുറിക്കുന്നത് ഇപ്രകാരമാണ്. പിന്നീട് ചിലപ്പോഴൊക്കെ പുന്നത്തൂർ കോട്ടയിൽ പോയിരുന്നു. ഇന്ദ്രസേനൻ എന്നെ തിരിച്ചറിഞ്ഞില്ല. എന്നാലും കൂടല്ലൂർ എന്ന എൻ്റെ ഗ്രാമത്തിൽ ഞാൻ 3-4 ദിവസം പോറ്റിയ ആനക്കുട്ടിയാണ് ഇത് എന്ന് മനസ്സിൽ പറയാൻ ഒരു സന്തോഷം. ഇപ്പോൾ കോഴിക്കോട്ടെ സ്വവസതിയിൽ വിശ്രമ ജീവിതത്തിലാണ് MT. അതുകൊണ്ട് കുറച്ചു കാലമായി ഇന്ദ്രൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനും സാധിച്ചിട്ടില്ല. തന്നെ കണ്ടപ്പോൾ ഇന്ദ്രസേനൻ തിരിച്ചറിഞ്ഞില്ല എന്നാണ് MT സാർ കരുതിയിരിക്കുന്നതെങ്കിലും അതങ്ങനെയല്ല എന്ന് പറയാനാവും പ്രിയപ്പെട്ട ഇന്ദ്രസൻ ആഗ്രഹിക്കുന്നത്. അങ്ങയെപ്പോലെ അക്ഷരങ്ങൾ കൊണ്ട് ജനമനസ്സുകളിൽ സന്താപത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വികാര വായ്പകൾ തീർക്കുവാനും ആത്മബന്ധങ്ങളുടെ തീവ്രതയും തീക്ഷ്ണതയും ഒറ്റ വാക്കിലൂടെ സന്നിവേശിപ്പിക്കാനും ഒന്നും അറിയാത്ത വെറും ഒരു ആനയല്ലേ സാർ ഞാൻ. എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും കാരാഗൃഹത്തിൽ പിറന്നു വീഴുകയും കംസൻ വിധിച്ച മരണശിക്ഷയ്ക്ക് വിധേയനാകേണ്ടിയുമിരുന്ന ശ്രീകൃഷ്ണൻ എന്ന ദേവകി നന്ദനനെ ആ ഒരു കാളരാത്രിയിലെ പെരുമഴയത്ത് അച്ഛനായ വാസുദേവൻ തലയിൽ ചുമന്നുകൊണ്ടുപോയി അമ്പാടിയിൽ യശോദയുടെയും നന്ദഗോപൻ്റെയും അടുത്തെത്തിച്ചത്. സ്വന്തം മകൻ്റെ ജീവൻ എങ്ങനെയും രക്ഷിച്ചെടുക്കുകയെന്ന അത്യധികമായ ആഗ്രഹം കൊണ്ടായിരുന്നെങ്കിൽ എവിടെയോ ജനിച്ച് എങ്ങനെയൊക്കെയോ ഒരു നാട്ടാന ജീവിതം ജീവിച്ചു തീർക്കേണ്ടിയിരുന്ന എന്നെ ഏതോ മുജ്ജന്മ ബന്ധത്താൽ എന്നോണം കണ്ടെത്തി എത്തേണ്ടിടത്ത് തന്നെ എത്തിച്ച എൻ്റെ വളർത്തച്ഛനെ, സാക്ഷാൽ വാസുദേവൻ തന്നെയായ അങ്ങയെ ഞാൻ എങ്ങനെ മറക്കും? ഓരോ വട്ടം എന്നെ തേടി അങ്ങ് എത്തുമ്പോഴും ആ ഗന്ധം മനസ്സിലേക്കെത്തി അങ്ങയെ തിരിച്ചറിയാനെടുക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടതെന്നറിയാതെ സന്തോഷം കൊണ്ട് എൻ്റെ വാക്കും ശബ്ദവും തൊണ്ടക്കുഴിയിൽ കുരുങ്ങി നിശ്ചലനായി നിന്നുപോയത് അങ്ങയോടുള്ള നന്ദിയും സ്നേഹവും കൊണ്ട് മാത്രമായിരുന്നു. അങ്ങ് എന്നെ എത്തിച്ച ഗുരുവായൂർ അമ്പലവും ഇവിടുത്തെ ഈ ആനക്കോട്ടയും എന്നെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരമ്പാടി തന്നെയാണ് സാർ. സമാനതകളില്ലാത്ത സൗഭാഗ്യങ്ങളുടെയും പരിലാളനകളുടെയും
സ്ഥാനമാനങ്ങളുടെയും സുവർണ സിംഹാസനങ്ങളിലേക്ക് തന്നെയാണ് സാർ അങ്ങനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. ഭാരതത്തിലെ ആയിരക്കണക്കായ നാട്ടാനകളിൽ 10,000-ങ്ങളിൽ ഒരുവന് മാത്രം സ്വപ്നം കാണാൻ കഴിയുന്നത്രയും സുന്ദര സുരഭിലവും പരമപവിത്രവുമായ ഒരു മാന്യസ്ഥാനം അതുതന്നെയാണ് അങ്ങെനിക്കായി കാത്തുവച്ചത്. ഞാനും ഇപ്പോൾ ഒരു കാത്തിരിപ്പിലാണ്. എന്നെ കാണുവാനായി ആനക്കോട്ടയിലേക്ക് പലവട്ടം വന്നിട്ടുള്ള അങ്ങയെ കാണാൻ എനിക്കൊന്ന് വരണം. കോഴിക്കോട്ട് ഭാഗത്ത് എഴുന്നള്ളിപ്പുള്ള ഏതെങ്കിലും ഒരു യാത്രക്കിടയിൽ വന്നൊന്ന് കാണണം. പുണ്യമുള്ള ആ കൈകളിൽ വിരലുകളിൽ തൊട്ട് ഇത്തിരി നേരം ഒന്ന് നിൽക്കണം. ഇന്ദ്രസെന്നിൻ്റെ മനസ്സ് തുടിക്കുന്നത് മലയാണ്മയുടെ സ്വന്തം അക്ഷരസൂര്യനോട് ആനക്കോട്ടയുടെ മാതംഗരാജന് പറയാനുള്ളത് ഇങ്ങനെ ആവില്ലേ? ആവും, തീർച്ചയായും ആവണം. എന്തെന്നാൽ നമ്മൾ മനുഷ്യരെ പോലെയല്ല മറ്റ് ജീവജാലങ്ങൾ. നന്ദിയും സ്നേഹവുമൊക്കെ അവർ ആയുസ്സറുതി വരെ, അവസാന ശ്വാസം വരെ സ്വന്തം പ്രാണനോടൊപ്പം ചേർത്ത് പിടിക്കും. ഒരു ജനതയുടെ മുഴുവൻ ജ്ഞാന സൂര്യനും അക്ഷര തേജസ്സുമായി വിളങ്ങുന്ന MT വാസുദേവൻ നായർ എന്ന ഗുരുതുല്യനായ തൻ്റെ മെന്ററുടെ വിരൽത്തുമ്പുകളിൽ ഒരു വട്ടം കൂടി ഒന്ന് തൊടാൻ കൊതിക്കുന്ന ഇന്ദ്രസെന്നിൻ്റെ കാത്തിരിപ്പ് എത്രയും പെട്ടെന്ന് സഫലമാകട്ടെ. അതിനായി നമുക്കും പ്രാർത്ഥിക്കാം.